അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ കണ്ടെത്താൻ മേഖലയിൽ അല്പസമയത്തിനകം ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം തുടങ്ങും. നേരത്തെ ആന വനത്തിനുള്ളിലേക്ക് പോയതോടെ ദൌത്യം താൽക്കാലികമായി നിർത്തിയിരുന്നു. CB അനുമോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന തുടങ്ങിയെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ നേരത്തെ തന്നെ 4 മണിക്ക് ദൌത്യം അവസാനിപ്പിക്കുമെന്നും അറിഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി ഏതാണ്ട് അരമണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത്. പ്രതീക്ഷകൾ എങ്ങനെയാണ്? രേണുക, ഇപ്പോൾ ഡോക്ടർ അരുൺ സക്കറിയ ഈ ആന നിൽക്കുന്നു എന്ന് കരുതുന്ന സ്ഥലത്തിനടുത്തേക്ക് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകൾക്കായിട്ട് പോകുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇത് നമ്മൾ നേരത്തെ നിന്ന മലനിരയുടെ മറുവശമാണുള്ളത്. അപ്പോൾ ഇവിടെ ആന എവിടെയെന്ന് ലൊക്കേറ്റ് ചെയ്യാനാണ് ഈ ഒരു പരിശോധന. വൈകുന്നേരം 5 മണി വരെ ഇത്തരത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തുമെന്നാണ് വനം വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. മയക്കുവെടി വയ്ക്കാനുള്ള നീക്കം എന്താണെങ്കിലും ഇന്നത്തെ നീക്കം അവസാനിപ്പിച്ചതായിട്ടും വനം വകുപ്പ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആന എവിടെയെന്ന് കണ്ടെത്തി അതിനെ ട്രാക്ക് ചെയ്ത് അടുത്ത ദിവസം ഈ ദൗത്യം പുനരാരംഭിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ളത്. മാധ്യമങ്ങൾക്ക് ഇതുവരെ മാത്രമാണ് പ്രവേശനമുള്ളത്. ഇതിനപ്പുറത്തേക്ക് മാധ്യമങ്ങൾ കടക്കരുതെന്ന നിർദ്ദേശമാണ് അധികൃതരുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. എന്താണെങ്കിലും ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ മലയുടെ മുകളിലേക്ക് കയറി പോവുകയാണ്. എത്ര ആയാസകരമാണ് ആ ദൗത്യമെന്ന് മനസ്സിലാകുന്നു. അനുമോദ് തന്നെ നല്ല ക്ഷീണത്തിലാണ്. മല നല്ല ഉയർച്ചയുള്ള ഭാഗത്തേക്ക് ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന, അതിനുശേഷം ആനയുണ്ട് എന്ന് കരുതുന്നിടത്തേക്കാണ് ദൗത്യ സംഘം നീങ്ങുന്നത്. ഇന്ന് സ്പോട്ട് ചെയ്തിട്ട് നാളെ ദൗത്യം നടത്തുക എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നതാണ് അനുമോദ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.